ക്യാപ്റ്റൻസി ടാസ്ക് 4 നിരകളിലായിട്ട് പല നിറങ്ങളിലുള്ള ബോളുകൾ ഉണ്ടാവും. അത് വേർതിരിച്ച് 4 നിരകളിലും ഒരേ നിറത്തിലുള്ള ബോളുകളാക്കുക എന്നുള്ളതാണ്. ഒരേ സമയം ഏറ്റവും മുകളിലുള്ള ഒരു ബോൾ മാത്രമേ മറ്റു നിരകളിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏറ്റവും അവസാനം മഞ്ഞ നിറത്തിലുള്ള മധ്യനിര ഒഴിച്ചിടുകയും വേണം. ഇതാണ് ടാസ്ക്. അഭിലാഷ്, ഒണീൽ, ജിസേൽ ഇവർ 3 പേരുമാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുന്ന മത്സരാർത്ഥികൾ. അതേപോലെ തന്നെ നിലവിലെ ക്യാപ്റ്റനായിട്ടുള്ള നെവിനാണ് ഇതിൻ്റെ റഫറി ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ മത്സരം തുടങ്ങുന്നു. ആദ്യം തന്നെ അഭിലാഷ് പെട്ടെന്ന് അത് ഫിനിഷ് ചെയ്തിട്ട് വരുന്നു. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറയുന്നു, അഭിലാഷ് അതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ ബോൾ എടുത്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരേ സമയം 2 ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സമയം ഏറ്റവും മുകളിലുള്ള ഒരു ബോൾ മാത്രമേ മറ്റു നിരകളിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഫൗളാണ്. മത്സരം വീണ്ടും ആരംഭിക്കാനായിട്ട് പറയുന്നു. അതേപോലെ നെവിൻ്റെ അടുത്ത് പറയുന്നു 3 മത്സരാർത്ഥികളുടെയും ബോളുകൾ ഒരേപോലെ തന്നെ ഷഫിൾ ചെയ്ത് വെക്കാൻ. രണ്ടാമത് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നിലവിലെ റഫറി ആയിട്ടുള്ള നെവിൻ ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിക്കുന്നു, നെവിനെ സഹായിക്കാനായിട്ട് 2-3 പേരെയും കൂടെ വിളിച്ചോട്ടെ എന്ന്. ബിഗ് ബോസ് പറയുന്നു വിളിച്ചോളാൻ. അങ്ങനെ അഭിലാഷ് കറക്റ്റായിട്ടാണോ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അനീഷിനെയും, ഒണീലിനെ നോക്കാൻ വേണ്ടിയിട്ട് ആര്യനെയും, ജിസേലിനെ നോക്കാൻ വേണ്ടിയിട്ട് അക്ബറിനെയും ഏൽപ്പിക്കുന്നു. അങ്ങനെ മത്സരം വീണ്ടും തുടങ്ങുന്നു. രണ്ടാമത്തെ തവണ ജിസേൽ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് വരുന്നു. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറയുന്നു, നടുവിലത്തെ ആ മഞ്ഞ നിര ഒഴിച്ചിട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അതും ഫൗളാണ്. വീണ്ടും മത്സരം ആരംഭിക്കാനായിട്ട് പറയുന്നു. 3 മത്സരാർത്ഥികളുടെയും ബോളുകൾ ഒരേപോലെ തന്നെ വീണ്ടും ഷഫിൾ ചെയ്ത് വെക്കുന്നു. അങ്ങനെ 3ാമത് മത്സരം ആരംഭിക്കുന്നു. അതിലും അഭിലാഷാണ് ആദ്യം തന്നെ കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ട് വരുന്നത്. അങ്ങനെ അഭിലാഷാണ് ഇത്തവണത്തെ ക്യാപ്റ്റൻ. അങ്ങനെ ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു. പുതിയ ക്യാപ്റ്റനോട് അധികാരം ഏറ്റെടുത്ത് ടീമുകളെ ഡിവൈഡ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ കിച്ചൺ ടീമിലേക്ക് ജിഷിൻ, പ്രവീൺ, ബിന്നി, അക്ബർ, ആര്യൻ. വെസൽ ടീമിലേക്ക് അനീഷ്, ആദില, ലക്ഷ്മി, അനുമോള്. ഫ്ലോർ ടീമിലേക്ക് നൂറ, റെന, മസ്താനി, സാബുമാൻ, ഷാനവാസ്. ബാത്റൂം ടീമിലേക്ക് നെവിൻ, ഒണീൽ, ജിസേൽ, അഭിലാഷ്. ഈ ടീം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. കാരണം വെസൽ ടീമിലേക്ക് ചിലർക്ക് വരാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ആദ്യം അനുമോളോട് വെസൽ ടീമിലേക്ക് വരാൻ പറയുമ്പോഴത്തേക്കിനും അനുമോൾ പറയുന്നു, ഞാൻ കിച്ചൺ ടീമിൽ നിന്നിരുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങൾ കഴുകിയിട്ടുണ്ട്, അതുകൊണ്ട് വെസൽ ടീമിലേക്ക് വരാൻ പറ്റില്ല. റെന പറയുന്നു, റെനയും 2-3 പ്രാവശ്യമായിട്ട് വെസൽ ടീമിൽ നിന്നിട്ടുള്ളതാണ്, ഞാൻ ബാത്റൂമിൽ നിന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ബാത്റൂം ടീമിലേക്ക് പോയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ജിസേലിനെ സെലക്ട് ചെയ്യുന്നു. ജിസേൽ പറയുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പാത്രം കഴുകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ വന്ന് നിൽക്കുന്നു. അങ്ങനെ ക്യാപ്റ്റനായിട്ട്, വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് അനീഷിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ജിസേൽ പറയുന്നു, ഇത് പറ്റില്ല, എന്ത് വന്നാലും അനീഷിനെയാണ് ക്യാപ്റ്റൻ ആക്കുന്നത്, അനീഷ്, ഷാനവാസ് അങ്ങനെ കുറച്ച് പേരുണ്ട്, അവരെ മാത്രമേ എപ്പോഴും ക്യാപ്റ്റൻ ആക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് അതിന് വഴക്ക്. അതിനുശേഷം ഈ ബാത്റൂം ടീമിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഷാനവാസിനെ ബാത്റൂം ടീമിൽ ഇടാൻ പറ്റില്ല, കാരണം ഷാനവാസിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ജിസേൽ പറയുന്നു, എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്കും പാത്രം കഴുകാൻ പറ്റില്ല. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, അത് ആദ്യമേ പറയണമായിരുന്നു, നിങ്ങൾ തന്നെയല്ലേ ഇങ്ങോട്ട് പാത്രം കഴുകാനായിട്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് വന്ന് നിന്നത്, അന്നേരം പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ആകെപ്പാടെ ഒച്ച ബഹളമൊക്കെ ആയിരുന്ന സമയത്ത് കിച്ചൺ ടീമിൽ ഇട്ടിരുന്ന ആര്യനെ എടുത്ത് വെസൽ ടീമിലേക്ക് ഇടുന്നു. അനുമോളെ കിച്ചൺ ടീമിലേക്ക് ഇടുന്നു. അനുമോൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അനുമോൾ ഓടി വന്നിട്ട് കിച്ചൺ ടീമിൽ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ആര്യൻ പറയുന്നു, അനുമോൾ ഇതുവരെ വെസൽ ടീമിൽ നിന്നിട്ടില്ല, കിച്ചണിൽ നിന്നിരുന്ന സമയത്ത് മാത്രമാണ് പാത്രം കഴുകിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ കിച്ചൺ ടീമിലേക്ക് തന്നെ നിന്നോളാം, അനുമോളെ തിരിച്ച് വെസൽ ടീമിലേക്ക് ഇടാനായിട്ട് പറയുന്നു. അങ്ങനെ അനുമോളോട് ഒരുപാട് ദേഷ്യപ്പെട്ടതിന് ശേഷം അനുമോൾ വെസൽ ടീമിലേക്ക് വരുന്നു. അങ്ങനെ ഒരുവിധം ടീമിനെയൊക്കെ ഡിവൈഡ് ചെയ്തതിന് ശേഷം പലതരം സജഷൻസ് വരുന്നു. അതിൽ വെസൽ ടീമിലുള്ളവർ പറയുന്നു, എപ്പോഴും പറയുന്നത് പോലെ അവരവർ കഴിച്ചിട്ടുള്ള പ്ലേറ്റും കപ്പുകളും അവരവർ തന്നെ കഴുകി വയ്ക്കുക എന്നുള്ളത്. അതിൽ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് ബാക്കിയുള്ള എല്ലാവരോടും ചോദിക്കുന്നു, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത്, നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തരണം, നിങ്ങൾ കഴിച്ചിട്ടുള്ള പ്ലേറ്റും കപ്പും നിങ്ങൾ തന്നെ കഴുകി വയ്ക്കും എന്നുള്ളത്. എല്ലാവരും പറയുന്നു, ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഞങ്ങൾ തന്നെ കഴുകി വയ്ക്കും, അവിടെ കൊണ്ടുവന്ന് അങ്ങനെ വെക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മെയിൻ ക്യാപ്റ്റനായിട്ടുള്ള അഭിലാഷ് പറയുന്നു, അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് വരട്ടെ, ചിലരത് കഴുകില്ല, ചിലരത് കഴുകാതെ അവിടെ കൊണ്ട് വെക്കുന്ന സമയത്ത് അത് വെസൽ ടീമിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ പ്ലേറ്റോ കപ്പുകളോ അവിടെ കണ്ടു കഴിഞ്ഞാൽ അത് വെസൽ ടീം തന്നെ എടുത്ത് കഴുകണമെന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, അത് കഴുകുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വന്നിട്ടുള്ള വാക്കാണ്, ആ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നു. അതിനുശേഷം അക്ബർ ചോദിക്കുന്നു, ഈ ഡ്യൂട്ടീസ് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാതിരിക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ റെന ഫാത്തിമ പറയുന്നു, അങ്ങനെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ, പണി എടുത്തില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടെന്ന്. അനീഷ് പറയുന്നു, അത് സമ്മതിക്കാൻ പറ്റത്തില്ല, ഭക്ഷണം നിഷേധിച്ചിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ അവരുടെ 2 അഭിപ്രായം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ ഭയങ്കര ഒറ്റ ബഹളമൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം ഒരു തീരുമാനം എടുക്കുന്നു, അങ്ങനെ പണിയെടുക്കാതിരിക്കുന്നവരെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ളത്. ഏതായാലും പുതിയ ക്യാപ്റ്റൻ അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. പുതിയ ടീമുകളും അവരവർക്ക് കിട്ടിയിട്ടുള്ള ജോലിയിലേക്ക് കടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സജഷൻസ് ഒക്കെ എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം.